ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ വിബിഎച്ച് ഹോം. എല്ലാവർക്കും സുഖമല്ലേ? ഞാനും സുഖമായിട്ടിരിക്കുന്നത്. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ചോറിനും ചപ്പാത്തിക്കും പൊറോട്ടയ്ക്കും അപ്പത്തിനും ഇടിയപ്പത്തിനും ഒക്കെ പറ്റുന്ന നല്ല തിക്ക് ഗ്രേവിയോട് കൂടിയ ഒരു ഗ്രീൻ പീസ് കറി വളരെ പെട്ടെന്ന് എങ്ങനെ തയ്യാറാക്കാം, നല്ല ടേസ്റ്റോടു കൂടിയൊരു കറിയാണ്. ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം കേട്ടോ. വീഡിയോയിലോട്ട് പോകാമേ. അരക്കപ്പിനടുത്ത് ഗ്രീൻ പീസ് ഞാൻ ഒരു 4 മണിക്കൂറോളം വെള്ളത്തിലിട്ട് കുതിർത്തതിന് ശേഷം കഴുകി വൃത്തിയാക്കിയതാണ് ഞാൻ കുക്കറിലേക്ക് എടുത്തിട്ടുള്ളത്. ഇതൊരു 1/4 കപ്പോളം വെള്ളം കൂടി ഒഴിച്ച് കൊടുത്ത് ഒന്ന് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കണം. ഒരു 3-4 വിസിൽ മതിയാവുമേ. ഒന്ന് വേവിച്ചെടുത്ത് മാറ്റി വെക്കാമേ. ഒരു പാനിന് ചൂടായി കഴിയുമ്പോഴത്തേക്കും ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കുക്കിംഗ് ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഓയിലൊന്ന് ചൂടായി കഴിയുമ്പോഴത്തേക്കും ഒരു ചെറിയ സവാള സ്ലൈസായിട്ട് അരിഞ്ഞതും, ഒരു തക്കാളി സ്ലൈസായിട്ട് അരിഞ്ഞതും, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, പിന്നെ ഒരു 4-5 വെളുത്തുള്ളി അതും കൂടെ അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുത്ത് ഇതൊന്ന് ആ സവാളയും നമ്മുടെ തക്കാളിയും ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റി സോഫ്റ്റായി വരണം. ഒത്തിരി അങ്ങ് ബ്രൗൺ കളർ ആവണ്ട, അതൊന്ന് സോഫ്റ്റായി നിറമൊക്കെ ഒന്ന് മാറി വന്നാൽ മതിയാവുമേ. ഈ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ ഒരു പരുവത്തിൽ വഴറ്റിയെടുക്കുക. ഇതൊന്ന് ചൂടൊന്ന് മാറി കഴിയുമ്പോഴത്തേക്കും ഇത് മിക്സിയുടെ ജാറിലിട്ട് നല്ലതുപോലെ അരച്ച് പേസ്റ്റാക്കി എടുക്കണേ. അങ്ങനെ പേസ്റ്റാക്കി എടുത്ത് മാറ്റി വെച്ചതിന് ശേഷം ഒരു പാനിന് ചൂടായി കഴിയുമ്പോഴത്തേക്കും ഞാനിപ്പം സവാള വഴറ്റി അതേ പാനിലേക്ക് തന്നെയാണ് കറി തയ്യാറാക്കുന്നത്. ഒരു 2 ടേബിൾ സ്പൂണോളം കുക്കിംഗ് ഓയിൽ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കറുവപ്പട്ട, ഗ്രാമ്പു, ഏലക്ക ഒന്ന് ചെറുതായിട്ടൊന്ന് തൊലി പൊളിച്ചിട്ട് കൊടുക്കുക. ഒരു ബേ ലീഫ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ശേഷം ഒരു മീഡിയം വലുപ്പമുള്ള സവാള സ്ലൈസായിട്ട് അരിഞ്ഞ് ഞാൻ ചേർത്ത് കൊടുക്കുക. ഒരു 3 പീസ് കറുവപ്പട്ടയും 3 ഗ്രാമ്പുമാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നമ്മൾ സവാള ചേർത്ത് കൊടുത്തത് ഒരു ഗോൾഡൻ കളറായി വരുന്നിടം വരെ വഴറ്റിയെടുക്കണേ. ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും ആ ഒരു പരുവത്തിൽ വഴറ്റിയെടുത്തതിന് ശേഷം മഞ്ഞൾപ്പൊടി ഒരു 1/4 ടീസ്പൂണ്, ഗരം മസാലപ്പൊടി ഒരു 3/4 ടീസ്പൂണും, മുളക് പൊടിയും മല്ലിപ്പൊടിയും 2 ടീസ്പൂൺ വീതം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. മുളക് പൊടി എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കണേ. ആ പൊടികളുടെ പച്ച ടേസ്റ്റൊക്കെ മാറി വരുന്നിടം വരെ ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം അരച്ചെടുത്ത് വെച്ചിട്ടുള്ള സവാളയുടെയും തക്കാളിയുടെയും പേസ്റ്റും കൂടെ ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഈ ഒരു മീഡിയം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കണം. എണ്ണ അതൊക്കെ തെളിഞ്ഞ് വരുന്നിടം വരെ ഇതുപോലെ ഇളക്കി കൊടുത്ത് ആ വെള്ളമയമൊക്കെ സവാളയിലും തക്കാളിയിലൊക്കെ ഉള്ള വെള്ളമയൊക്കെ ഇത് മാറി ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ലതുപോലെയൊക്കെ എണ്ണയൊക്കെ തെളിഞ്ഞ് നമ്മൾ പാത്രത്തിൽ നിന്ന് ഇതുപോലെ വിട്ട് കിട്ടും. അടിക്ക് പിടിക്കാത്ത പാത്രം ഉപയോഗിച്ചാൽ വളരെ നന്നായിരിക്കും കേട്ടോ. കുക്കിംഗ് കുറച്ചുകൂടി എളുപ്പമായിരിക്കും. പക്ഷേ അങ്ങനെ ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നമ്മൾ വേവിച്ചെടുത്ത് വെച്ചിട്ടുള്ള ആ ഗ്രീൻ പീസും ടേസ്റ്റിന് നമ്മൾ ഉപ്പൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ലായിരുന്നു. ഒരു 1/4 ടീസ്പൂണോളം ഉപ്പോട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പോട് ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അങ്ങനെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതിലേക്ക് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 കപ്പോളം വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഗ്രീൻ പീസ് നമ്മൾ ഒഴിച്ച് കൊടുത്ത വെള്ളം കറക്റ്റ് ഗ്രീൻ പീസ് വെന്ത് കിട്ടാൻ പരുവത്തിനുള്ള വെള്ളമായിരുന്നു. അതുകൊണ്ട് നമുക്ക് കറിക്ക് എത്ര തിക്നെസ് വേണോ അതിനനുസരിച്ച് വേണം വെള്ളം ചേർത്ത് കൊടുക്കാൻ. വെള്ളം കൂടെ ചേർത്ത് കൊടുത്ത് നമ്മൾ നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. ശേഷം ഒരു അടപ്പ് വെച്ചടച്ച് ഇതൊരു 2 മിനിറ്റ് സമയം ആ മസാലയൊക്കെ ഒന്ന് ഗ്രീൻ പീസിൽ പിടിക്കാൻ വേണ്ടി ഒന്ന് തിളപ്പിക്കാനായിട്ട് വെക്കാം. ഇടയ്ക്ക് 1-2 പ്രാവശ്യം ഒന്ന് ഇളക്കി കൊടുക്കണേ. ഇപ്പോൾ എണ്ണയൊക്കെ തെളിഞ്ഞ് ഒരു 2 മിനിറ്റ് സമയം കഴിഞ്ഞിട്ടുണ്ട്. നല്ലതുപോലെ മസാലയൊക്കെ കുറുകി ഇപ്പോൾ അത്യാവശ്യം നല്ല കുറുകിയ പരുവത്തിലാണ് ഞാൻ കറി റെഡിയാക്കി എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് എത്ര തിക്നെസ് വേണോ അതിനനുസരിച്ച് ഞങ്ങൾ കറി റെഡിയാക്കി എടുക്കണം. എല്ലാവരും ഉണ്ടാക്കി നോക്കിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ.